1951 സെപ്റ്റംബർ 7 ചന്തിരൂരിലാണ് മമ്മൂട്ടി ജനിച്ചത്. ഇന്നത്തെ കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള ചെമ്പ് ഗ്രാമത്തിൽ ഒരു ഇടത്തരം മുസ്ലിം കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത്. പിതാവ് ഇസ്മായിലിന് വസ്ത്രവും അരിയും മൊത്തവ്യാപാര കച്ചവടമുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ അമ്മ ഫാത്തിമ ഒരു വീട്ടമ്മയായിരുന്നു. മമ്മൂട്ടി അവരുടെ മൂത്ത മകനാണ്. ഇബ്രാഹിംകുട്ടി, സക്കറിയ എന്നീ 2 ഇളയ സഹോദരന്മാരും അമീന, സൗദ, ഷഫീന എന്നീ 3 അനുജത്തിമാരുമുണ്ട്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി കോട്ടയം കുലശേഖരമംഗലം ഗവൺമെന്റ് ഹൈസ്കൂളിൽ പോയി. 1960 അച്ഛൻ കുടുംബത്തെ കൊച്ചിയിലേക്ക് മാറ്റി. അവിടെ അദ്ദേഹം എറണാകുളം ഗവൺമെന്റ് സ്കൂളിൽ ചേർന്നു. തേവരയിലെ സേക്രഡ് ഹാർട്ട് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റി കോഴ്സ്, പ്രീ ഡിഗ്രി ചെയ്തു. ഡിഗ്രിക്ക് എറണാകുളം മഹാരാജാസ് കോളേജിൽ ചേർന്നു. എറണാകുളത്തെ ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് LLB ബിരുദം നേടി. 2 വർഷം മഞ്ചേരിയിൽ അഭിഭാഷകനായി. 1979 സുൽഫത്ത് കുട്ടിയെ വിവാഹം കഴിച്ചു. ദമ്പതികൾക്ക് സുറുമി എന്ന മകളും ദുൽഖർ സൽമാൻ എന്ന മകനുമുണ്ട്. കുടുംബത്തോടൊപ്പം കൊച്ചിയിലാണ് താമസം. ഇളയ സഹോദരൻ ഇബ്രാഹിംകുട്ടിയും മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനന്തരവന്മാരായ മക്ബൂൾ സൽമാനും അഷ്കർ സൗദാനും മലയാള ചലച്ചിത്ര ടെലിവിഷൻ അഭിനേതാക്കളാണ്. മമ്മൂട്ടി നടനും ചലച്ചിത്ര നിർമ്മാതാവുമാണ്. പ്രധാനമായും മലയാളം ഭാഷാ സിനിമകളിൽ പ്രവർത്തിക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷാ പ്രൊഡക്ഷനുകളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു. 5 പതിറ്റാണ്ടോളം നീണ്ടുനിന്ന ഒരു സമൃദ്ധമായ കരിയറിൽ 400-ലധികം സിനിമകളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു, പ്രധാനമായും നായകവേഷങ്ങളിൽ. 3 ദേശീയ ചലച്ചിത്ര അവാർഡുകൾ, 11 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ, 11 കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡുകൾ, 15 ഫിലിംഫെയർ അവാർഡുകൾ സൗത്ത് എന്നിവയുൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് 1998 ഇന്ത്യാ ഗവൺമെന്റ് 4ാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 2022 കേരള സർക്കാർ കേരളപ്രഭ അവാർഡും നൽകി അദ്ദേഹത്തെ ആദരിച്ചു. CNN ഇന്ത്യൻ സിനിമയുടെ മുഖച്ഛായ മാറ്റിയ മനുഷ്യരിൽ ഒരാളായി മമ്മൂട്ടിയെ തിരഞ്ഞെടുത്തു. 1971 അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന മലയാള ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി അഭിനയരംഗത്തേക്ക് എത്തുന്നത്. M.T. വാസുദേവൻ നായരുടെ റിലീസ് ചെയ്യാത്ത ചിത്രമായ ദേവലോകം 1979 ആയിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ നായകവേഷം. 1981 അഹിംസയിലെ അഭിനയത്തിന് മികച്ച 2ാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചതാണ് മമ്മൂട്ടിയുടെ വഴിത്തിരിവായത്. 1983 പുറത്തിറങ്ങിയ സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്, ആ രാത്രി എന്നീ സിനിമകൾ ഈ സമയത്തെ പ്രധാന വാണിജ്യ വിജയങ്ങളിൽ ഉൾപ്പെടുന്നു. ബോക്സോഫീസ് പരാജയങ്ങളുടെ ഒരു പരമ്പരയെ തുടർന്ന് 1987 ക്രൈം ത്രില്ലർ ന്യൂഡൽഹി അദ്ദേഹത്തിന്റെ വാണിജ്യ സാധ്യതകൾ മെച്ചപ്പെടുത്തി. പിന്നീടുള്ള ഒരു ദശാബ്ദക്കാലത്തെ സിനിമകൾ മമ്മൂട്ടിയെ മലയാള സിനിമയിലെ മുൻനിര താരങ്ങളിൽ ഒരാളായി സ്ഥാപിച്ചു. 2000 അദ്ദേഹത്തിന് നിർണായകവും വാണിജ്യപരവുമായ വിജയത്തിന്റെ കാലഘട്ടമായിരുന്നു. ബാബാ സാഹേബ് അംബേദ്കറിലെ അദ്ദേഹത്തിന്റെ അഭിനയം അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടിക്കൊടുത്തു. കൂടാതെ കാഴ്ച, പാലേരി മാണിക്യം എന്നീ ചിത്രങ്ങൾക്ക് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ നേടി. ആക്ഷേപഹാസ്യമായ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിന്റ്, പത്തേമാരി എന്നിവയ്ക്ക് കൂടുതൽ നിരൂപക പ്രശംസ നേടി. ആക്ഷൻ കോമഡി മധുരരാജ, ആക്ഷൻ ത്രില്ലർ ഭീഷ്മപർവം, ക്രൈം ത്രില്ലർ കണ്ണൂർ സ്ക്വാഡ് എന്നിവ അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ റിലീസുകളിൽ ഉൾപ്പെടുന്നു.